കടയിൽ നിന്ന് മേടിക്കാതെ തന്നെ ഈസി ആയിട്ട് കറ്റാർവാഴ ജെല്ല് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2-3 കറ്റാർവാഴ നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം. കറ്റാർവാഴ എടുക്കുമ്പോൾ ചെടിയുടെ ഏറ്റവും അടിയിലത്തെ കറ്റാർവാഴ തന്നെ എടുക്കുക. വലുത് തന്നെ വലിയ ലീഫ് തന്നെ എടുക്കുക കേട്ടോ. കാരണം വലിയ ലീഫിൽ നിന്നാകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കറ്റാർവാഴ ജെല്ല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ചെറുതാകുമ്പോഴേക്കും കുറച്ചും കൂടെ പാടായിരിക്കും. നമുക്ക് ആ ജെല്ല് ഫുള്ള് എടുക്കുമ്പോഴും കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാനും അതിൻ്റെ സ്കിന്ന് പീൽ ഓഫ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും ചെറുതാണെങ്കിൽ. എൻ്റെ കയ്യിൽ കിട്ടിയേക്കണ അത്ര വലിയതൊന്നും അല്ല, എന്നാലും ഒരു മീഡിയം സൈസിലുള്ളത് ഏറ്റവും അടിയിൽ തന്നെ നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത സമയത്ത് തന്നെ അതിലൊരു ജെല്ല് പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്, ഒരു മഞ്ഞ കളറ് ലിക്വിഡ്. അപ്പോൾ ആ ലിക്വിഡ് നമുക്ക് ആവശ്യമില്ല. ശരിക്കും അത് ശരീരത്തിൽ പറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവും, സ്കിന്നിന് പലതരം ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് കളയാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. കുറച്ച് നേരം ഏതെങ്കിലും ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും വെച്ചിട്ട് അതിങ്ങനെ എവിടെയെങ്കിലും ചാരി വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും. ഇനി പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ താഴത്തെ ആ സ്കിൻ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അത് ആ കട്ട് ചെയ്ത സ്കിൻ ഇത് ഞാൻ ആ ബൗളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കിന്നിൽ കുറച്ച് യെല്ലോയിഷ് കളർ കണ്ടിട്ടുണ്ടാവും അല്ലേ, അത് ആ ബാക്കിയുള്ള യെല്ലോ കളർ അതിനകത്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം. 2-3 ടൈപ്പ് രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നമുക്കിത്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ചെറുതായിട്ട് വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അല്ലാണ്ട് ഹൊറിസോണ്ടലായിട്ട് നമുക്കതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് പീൽ ഓഫ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് വെർട്ടിക്കലായിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇതങ്ങ് കട്ട് ചെയ്തിടാം. ഇതല്ലാതെയും ചെയ്യാം കേട്ടോ. നമുക്കിത് ഹൊറിസോണ്ടലായിട്ട് അതിൻ്റെ നേരെ സ്ട്രെയിറ്റായിട്ട് പീൽ ഓഫ് ചെയ്തെടുത്തിട്ട് അതങ്ങനെ തന്നെ ജെല്ലിടുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കിട്ടുന്ന ബാക്കി വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ജെല്ലായിരിക്കണം. ആ ഉള്ളിലത്തെ ആ വൈറ്റ് കളർ സംഭവമായിരിക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ, ഏത് രീതിയിലാണ് ചെയ്യാൻ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്കിതിനെ വെള്ളം കളഞ്ഞിട്ട് ഇതിനെ പിന്നെ ഒന്ന് പീൽ ഓഫ് ചെയ്തെടുക്കാം. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ ജെല്ല് മാത്രം, ആ ഒരു ഭാഗം വൈറ്റ് കളറ് ട്രാൻസ്പെറൻ്റായുള്ള ഭാഗം മാത്രം നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെങ്കിലും ഇതിൻ്റെ സ്കിന്നൊക്കെ കളയുന്ന സമയത്ത് കുറച്ചൊക്കെ ആ ഒരു ഗ്രീൻ കളറ് ഭാഗം ആ സ്കിന്നിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഭാഗമൊക്കെ ബാക്കി അതിനകത്തുണ്ടാവും. കറക്റ്റായിട്ട് ഫുള്ള് നമുക്ക് കളയാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. നമ്മളത് ഇനി അരിച്ചെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ ഭംഗിയൊന്നും നോക്കണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ അതങ്ങ് പീൽ ഓഫ് ചെയ്ത് സ്കിൻ കളഞ്ഞങ്ങ് എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത്രയും കഷ്ടപ്പെടണം എന്തിനാ? വെറുതെ കടയിൽ നിന്നൊരു അലോവേര ജെല്ല് വാങ്ങിച്ചാൽ പോരെ എന്നൊക്കെ ഒന്ന് നിങ്ങളെന്നോട് ചോദിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ, അതൊരു വേറെ വൈബാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തു നോക്കാം. അല്ലാത്തവർക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊക്കെ ആ ഒരു ഗ്രീനിഷ് സ്കിന്നൊക്കെ അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചെടുക്കുവാണ്. സ്റ്റെയിൻ ചെയ്തെടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു സംഭവമൊക്കെ നമുക്ക് കളയാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ പീൽ ഓഫ് ചെയ്തില്ലെങ്കിലും ചുമ്മാ അടിച്ചാലും മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും പീൽ ഓഫ് ചെയ്ത് ചെയ്യാണ്ട് നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ആ ലീഫില്ലേ, ലീഫിൻ്റെ കുറച്ച് ആ ഒരു ഭാഗവും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേരും. അത് അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ലീഫിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ല ശരിക്കും. നമ്മുടെ ഈ ഉള്ളിലത്തെ പൾപ്പിലാണ് ശരിക്കും ഗുണം ഇരിക്കുന്നത്. അപ്പോൾ പുറമേയുള്ള ലീഫിൻ്റെ ഭാഗം ശരിക്കും അടിച്ചെടുക്കേണ്ടേ ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അത് പീൽ ഓഫ് ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റെയിൻ ചെയ്തെടുത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് കിട്ടണേ. ഇതാണ് അതിൻ്റെ നാച്ചുറൽ കളറ്. ഇനി നമുക്ക് നമ്മളൊരു സംഭവം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറങ്ങ് മാറും. പക്ഷേ അതും എഡിബിളായിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമ്മളെടുക്കുന്നത് ജെലാറ്റിനാണ്. ജെലാറ്റിൻ്റെ പൗഡറാണ് ഫുഡ് കളർ, ഒരു എഡിബിളായിട്ടുള്ള ഫുഡിൽ ചേർക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്ര വലിയ റേറ്റുള്ള സംഭവമൊന്നുമല്ല. നമുക്ക് അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിലുള്ളതാണ്. ഇത് 1-2 സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ എന്തോരം എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ചേർക്കുന്ന, അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നന്നായിട്ട് തിളച്ച വെള്ളമാണ്. ഞാൻ ആദ്യം തണുത്ത വെള്ളമല്ല എടുത്തത്. പിന്നെ ഞാൻ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന അതായത് മൺപാത്രത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ ആ മൺപാത്രത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ നമ്മുടെ അലോവേര ജെല്ലിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ജെലാറ്റിനും ചേർത്തിട്ടുണ്ട്. ആദ്യം ഞാൻ 1 സ്പൂൺ ചേർത്തു, പിന്നീട് ഞാൻ 1 സ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് ആ ഒരു ചൂട് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഈ അലോവേര ജെല്ലിൻ്റെ ഉള്ളിലെ ആ ഒരു അലോവേരയുടെ മിക്സിൻ്റെ ഉള്ളിൽ ജെലാറ്റിൻ ഒന്ന് ശരിക്കും മിക്സ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ജെലാറ്റിൻ നന്നായിട്ട് അതിൻ്റെ കൂടെ മിക്സ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ജെലാറ്റിൻ ചേർത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതായത് ജെലാറ്റിൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടാൻ വേണ്ടി, ആ ഒരു ജെല്ല് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ പറഞ്ഞ സംഭവം, അതായത് എന്താണ് ജെലാറ്റിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജെലാറ്റിൻ ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് സാധാരണ പോലെ തന്നെ അതിൻ്റെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്കത് കുറേ നാളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ജെലാറ്റിനും കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ആ ഒരു ജെല്ല് രൂപത്തിൽ തന്നെ നമുക്ക് എടുക്കാനും പറ്റും, അത് യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ ജെലാറ്റിനും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം, കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഫോമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് ആറുമ്പോഴും കുറച്ച് കട്ടിയാവും. അപ്പോൾ കുറച്ചും കൂടെ ലൂസാക്കി വെക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ല കേട്ടോ. ഞാനപ്പോൾ കുറച്ച് കൂടുതൽ ജെലാറ്റിൻ ഞാൻ ആഡ് ചെയ്തു. അതാണ് കളറിൽ കുറച്ചും കൂടെ കൂടുതൽ കളർ വന്നേക്കണേ. സാധാരണ ഇത്രയും കളറും അല്ല, കുറച്ചും കൂടെ ലൈറ്റനായിട്ട് കിട്ടും നമുക്ക്. ചെറുതായിട്ട് കുറച്ചും കൂടെ ലൈറ്റൻ കളറായിട്ട് കിട്ടും. ഞാനപ്പോൾ ഒന്നും കൂടെ ആ ഒരു കുറച്ച് ആറി കഴിയുമ്പോഴേ ഇത് ഈ ഒരു ഫോമിലേക്ക് വരുള്ളൂ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് വീഡിയോയിൽ നിങ്ങളത് ഈ ഒരു ജെല്ലിൻ്റെ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്തു. അതാണ് കേട്ടോ കുറച്ചും കൂടെ കളർ വന്നേക്കണേ. ഇല്ലെങ്കിൽ ആ നാച്ചുറൽ കുറച്ചും കൂടെ ലൈറ്റൻ കളറായിട്ട് കിട്ടും അത്. അപ്പോൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപോലെ യൂസ്ഫുൾ ആയുള്ളൊരു ഐറ്റമാണ് കറ്റാർവാഴ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തായാലും കറ്റാർവാഴ ഉണ്ടാവാത്ത വീടുകളെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ കറ്റാർവാഴ ജെല്ല് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരു കേടും കൂടാതെ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ കുറേ DIY വീഡിയോസ്, നാച്ചുറലായിട്ടുള്ള DIY വീഡിയോസൊക്കെ, പിന്നെ വേറെ കുറേ വീഡിയോസും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് കയറി വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം.